നമസ്കാരം. വാർത്താസന്ധിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനിയുള്ള അരമണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുക. CAG റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ PPE കിറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം വീണ്ടും ചൂടുപിടിക്കുന്നു. പ്രതിപക്ഷ ആരോപണം CAG ശരിവെച്ചതിന് പിന്നാലെ കിറ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ട കത്ത് പ്രതിപക്ഷം പുറത്തുവിട്ടു. എന്നാൽ CAG രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് CPIMന്റെ മറുപടി. PPE കിറ്റ് വാങ്ങാൻ കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിയുടെ കത്താണ് പ്രതിപക്ഷം പുറത്തുവിട്ടത്. 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്നറിയിച്ച അനിത ടെസ്കോട്ട് എന്ന കമ്പനിയാണ് സർക്കാരിന് കത്ത് നൽകിയത്. കോവിഡ് കാലത്ത് നടന്ന തീവെട്ടിക്കൊള്ളയാണ് ഇടപാടെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 450 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കിറ്റ് 10,000 എണ്ണം വാങ്ങിയ ശേഷം നിങ്ങൾ നിർത്തലാക്കി 1,500 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. ഇത് കൊള്ളയല്ലെങ്കിൽ മറ്റെന്താണ് സാർ? 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1,550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PPE കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഇടപാടാണെങ്കിലും CAG റിപ്പോർട്ടിന്റെ കണ്ടെത്തലിന് ഗൗരവമേറിയെന്ന് പ്രതിപക്ഷം. എന്നാൽ CAG രാഷ്ട്രീയം കളിക്കുന്നെന്നാണ് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ മറുപടി. CAG രാഷ്ട്രീയം തന്നെ. ഏത് രാഷ്ട്രീയമാണ്, ഏത് സ്ഥാപനമാണ് BJP-ക്കാർ ഈ രീതിയിൽ നശിപ്പിക്കാതുള്ളത്? അതുകൊണ്ട് CAG കേരളത്തിനെതിരായിട്ടുള്ള കുരിശുദ്ധത്തിന്റെ ഭാഗമാണ്. PPE കിറ്റ് ഇടപാട് CBI അന്വേഷിക്കണമെന്ന് BJP. കേരളത്തിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പുകൾ അന്വേഷിക്കാൻ CBIയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി സന്നദ്ധനാണോ? CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസ് വിജിലൻസിന് പരാതി നൽകി. വിജിലൻസ് ഡയറക്ടർക്കാണ് പരാതി നൽകിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ പ്രതിപക്ഷ അനുകൂല സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി. CPI അനുകൂല സർവീസ് സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമായതോടെ പലയിടത്തും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി. ജില്ലാ കേന്ദ്രങ്ങളിൽ സമരാനുകൂല സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലും കോൺഗ്രസ് അനുകൂല സംഘടനയായ സെറ്റോയുമാണ് പണിമുടക്കിന് നേതൃത്വം നൽകിയത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, DA കുടിശ്ശിക നൽകുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കളക്ടറേറ്റുകളെയും താലൂക്ക് വില്ലേജ് ഓഫീസുകളെയും സമരം സാരമായി ബാധിച്ചു. ജീവനക്കാരോട് സർക്കാർ ക്രൂരത കാട്ടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. ഈ സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ജീവനക്കാരോടും അധ്യാപകരോടും ഇതുപോലെ ക്രൂരമായി പെരുമാറിയ ഒരു സർക്കാർ നമുക്കറിയാം. 19% DA ഉൾപ്പെടെ, DA കുടിശ്ശിക ഉൾപ്പെടെ, ലീവ് സറണ്ടർ ഉൾപ്പെടെ, ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെ 65,000 കോടി രൂപയാണ് അധ്യാപകർക്കും ജീവനക്കാർക്കും കൂടി സർക്കാർ കൊടുക്കാനുള്ളത്. ജോയിന്റ് കൗൺസിൽ ജീവനക്കാർ സമരത്തിനിടെ സെക്രട്ടേറിയറ്റ് സൗത്ത് ഗേറ്റ് അടച്ചിട്ടു. ഞാൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് പലപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം സമരങ്ങളെയൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല, അത്ര ഇടപെടലൊന്നും ഭയപ്പെടുന്നില്ല. പിന്നെ ജീവനക്കാരെ ശാരീരികമായി ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ ഞങ്ങളും അതിന് തയ്യാറാണ്. ഞങ്ങൾ അതിനകത്ത് ശാരീരികമായി ആക്രമിക്കാൻ ഞങ്ങൾ തിരിച്ചാക്രമിക്കുമല്ലോ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് LP സ്കൂളിൽ മുഴുവൻ അധ്യാപകരും സമരത്തിന് പോയതിനാൽ സ്കൂളിന് അവധി നൽകി. ഞാൻ തുറന്നിട്ട് ഇവിടെ ഇരുന്നു. അപ്പോൾ എന്നെ ഡിപ്പാർട്ട്മെന്റ് DD എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാം റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നാലെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജിനിൽ ജോസിനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തു. സെക്രട്ടേറിയറ്റിൽ 74% ജീവനക്കാർ ജോലിക്കെത്തി. ആകെ 4,700 ജീവനക്കാരിൽ 3,468 പേർ സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് ഹാജരായി. കളക്ടറേറ്റുകൾക്ക് മുന്നിലായിരുന്നു മറ്റ് ജില്ലകളിലെ സമരം. കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ സമരക്കാർ കെട്ടിയ പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പാലക്കാട് എലപ്പള്ളി മദ്യനിർമ്മാണശാലയിൽ ആശങ്ക പങ്കുവെച്ച് CPIM പ്രാദേശിക ഘടകങ്ങളും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളി ഉണ്ടാകുമെന്ന് ജില്ലാ സമ്മേളനത്തിൽ വിമർശനമേർന്നു. മദ്യനിർമ്മാണശാലയ്ക്ക് ജലം വിട്ടു നൽകുന്നതിനെ ഉദ്യോഗസ്ഥർ എതിർക്കുന്നതിനിടെ ജലം നൽകുന്നതിനെ ന്യായീകരിക്കുകയാണ് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിലപാട്.
മദ്യനിർമ്മാണശാലയിൽ CPI പ്രാദേശിക ഘടകം എതിർപ്പുന്നയിച്ചതിന് പിന്നാലെയാണ് സർക്കാരിനെ വെട്ടിലാക്കി CPM പ്രാദേശിക ഘടകത്തിലും എതിരഭിപ്രായം. ജനങ്ങളുടെ ആശങ്കകൾ പരിശോധിക്കണമെന്ന് CPM ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. മദ്യനിർമ്മാണശാല വിഷയം സമ്മേളനത്തിൽ ചർച്ചയായെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു സമ്മതിച്ചു. അതേസമയം മദ്യനിർമ്മാണശാലയ്ക്ക് ജലം വിട്ടു നൽകുന്നതിനെ മന്ത്രി റോഷി അഗസ്റ്റിൻ ന്യായീകരിച്ചു. അതൊക്കെ ചാനലിനകത്ത് വാർത്തക്കകത്തും കണ്ടതാ, തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കുന്നു. അവിടെ 95 ml വാട്ടർ ഉപയോഗിക്കുന്നതിൽ 10 ml ഇൻഫ്രൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻഫ്രൈക്ക് കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഇത്തരം കാര്യങ്ങളിൽ ജലം ഉപയോഗിക്കുന്നതിന് തടസ്സമില്ലെന്നുള്ളത് മാത്രമേ വാട്ടറിൽ പറഞ്ഞിട്ടുള്ളൂ. ജലം വിട്ടു നൽകുന്നതിൽ ഉദ്യോഗസ്ഥരുടെ എതിർപ്പിനിടെയാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഇതിനിടെ മദ്യനിർമ്മാണശാലയ്ക്ക് ജലം നൽകാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ 24-ന് ലഭിച്ചു. 2017 തന്നെ വ്യാവസായിക ആവശ്യത്തിന് ജലം നൽകാനാകില്ലെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജില്ലാ കളക്ടർക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മദ്യനിർമ്മാണശാലയ്ക്കെതിരെ KCBCയും രംഗത്തെത്തി. തീരുമാനം പിൻവലിക്കണമെന്നും അതുവരെ പ്രതിഷേധം തുടരുമെന്നും KCBC അറിയിച്ചു. 24 പാലക്കാട്. പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമുള്ള കമ്പനിക്കാണ് അനുമതി നൽകിയതെന്നും തെലങ്കാനയിലെ മുൻ സർക്കാരും കേരളത്തിലെ സർക്കാരും തമ്മിലുള്ള ബന്ധമാണ് ഇതിന് പിന്നിലെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മന്ത്രിസഭ അനുമതി നൽകിയ പദ്ധതി വിവാദമായതോടെ CPIക്ക് ആശങ്കയുണ്ട്. നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് മദ്യശാലയ്ക്ക് അനുമതി നൽകിയതിൽ രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെയാണ് ഒയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണശാല തുടങ്ങാൻ അനുമതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള കമ്പനിയാണിതെന്നും ചെന്നിത്തല ആരോപിച്ചു. നിങ്ങൾ ഇവരെ എങ്ങനെ തിരഞ്ഞെടുത്തു സാർ? ഇറ്റ് ഈസ് ഫേവറേറ്റിസം, ഇറ്റ് ഈസ് നെപ്പോട്ടിസം, ഇറ്റ് ഈസ് എമൗണ്ട് കറപ്ഷൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാർ ഉത്പാദിപ്പിക്കുന്ന ജവാൻ മദ്യത്തിന് വെള്ളം കൊടുക്കുന്നില്ല. മഴനിഴൽ പ്രദേശത്ത് പദ്ധതി തുടങ്ങാൻ എന്ത് ശാസ്ത്രീയ പഠനം നടത്തിയാണ് അനുമതി നൽകിയതെന്നും ചെന്നിത്തല ചോദിച്ചു. മന്ത്രി K കൃഷ്ണൻകുട്ടി എന്തുകൊണ്ടാണ് മിണ്ടാത്തതെന്നും ചെന്നിത്തല ചോദിച്ചു. മിസ്റ്റർ വൈദ്യുതി മന്ത്രി, അങ്ങ് ഒരു അക്ഷരം ക്യാബിനറ്റിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അങ്ങ് ഇവിടെ പറയണം. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ട് അങ്ങ് ഒരു വാചകം പറഞ്ഞോ? സഭയിലെ ആരോപണത്തിൽ ആരാണ് അഴിമതി നടത്തിയതെന്നതിലടക്കം വ്യക്തത വരുത്താതിരുന്ന രമേശ് ചെന്നിത്തല പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധമാണ് അനുമതിക്ക് വഴിവെച്ചതെന്ന് ആരോപിച്ചു. വളരെ ഗൗരവമായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തെലങ്കാനയിലെ കഴിഞ്ഞ ഗവൺമെന്റ്, ചന്ദ്രശേഖർ റാവുവിന്റെ ഗവൺമെന്റ് ഇതിന്റെ പിന്നിലുണ്ട്. മുഖ്യമന്ത്രിയും ചന്ദ്രശേഖർ റാവുവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. ഞാൻ ഇപ്പോഴേ അത്ര മാത്രമേ പറഞ്ഞു നിർത്തുന്നുള്ളൂ. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനം വിവാദമായതോടെ CPIയിലും ആശങ്ക പരക്കുകയാണ്. പദ്ധതിയുടെ ജലദൂഷണത്തിലാണ് CPIക്ക് ആശങ്കയുള്ളത്. എല്ലാ വിവരങ്ങളും പുറത്തുവരട്ടെ, അതിനുശേഷം നിലപാട് വ്യക്തമാക്കാമെന്നാണ് CPI നേതൃത്വത്തിലെ ധാരണ. 24 തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് BJPക്കുള്ളിൽ ഭിന്നത. ജലചൂഷണമില്ലെങ്കിൽ കമ്പനി പ്രവർത്തിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് BJP ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ ചോദിച്ചു. അതേസമയം N ശിവരാജനെ തള്ളി സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ രംഗത്തെത്തി. പാർട്ടി നിലപാട് പറയേണ്ടത് സംസ്ഥാന അധ്യക്ഷനും നേതാക്കളുമാണെന്നും C കൃഷ്ണകുമാർ തുറന്നടിച്ചു. എല്ലാ വ്യവസായങ്ങളും വരും, മുട്ടുസൂചികൾ അറവുശാല വരും. ഇതിനൊക്കെ എതിർക്കാതിരുന്നാൽ എതിർക്കാം. വെള്ളം ചൂഷണം ചെയ്യുന്നതിന് പക്കെതിരാണ്. മലമ്പുഴയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഈ വ്യവസായത്തിന് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു 1500-2000 പേർക്ക് ജോലി കിട്ടുന്ന ഒരു കമ്പനി വരുമ്പോൾ മലമ്പുഴയിൽ നിന്ന് വെള്ളം കൊടുക്കണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നതിൽ ന്യായമാണ്. പാലക്കാട് നഗരത്തിന് വെള്ളം കൂടി വരാൻ പറ്റും. BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള അധികാരം BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. മഹിളാ മോർച്ചയുടെ ബഹുമാന്യായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷയാണ് ഇന്നത്തെ സമരത്തിൽ മഹിളാ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ളത്. പാർട്ടിയുടെ ഔദ്യോഗിക നയം പറയാനുള്ള അധികാരം സംസ്ഥാന അധ്യക്ഷനാണ്. വിവാദങ്ങൾക്കിടെ ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തെ സന്ദർശിച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ. കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് കോൺഗ്രസിന്റെ ബാധ്യതയാണെന്ന് K സുധാകരൻ പറഞ്ഞു. ഇപ്പോഴും ചില കോൺഗ്രസ് നേതാക്കൾ കുടുംബത്തിനെതിരെ പ്രചാരണം നടത്തുന്നുവെന്ന് NM വിജയന്റെ കുടുംബം കുറ്റപ്പെടുത്തി. NM വിജയന്റെയും മകന്റെയും മരണശേഷം നേതാക്കൾ കുടുംബത്തെ ആശ്വസിപ്പിച്ചില്ല എന്നായിരുന്നു ആക്ഷേപം. പ്രതിപക്ഷ നേതാവിന് പിന്നാലെ KPCC അധ്യക്ഷൻ K സുധാകരനും വയനാട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അത് ഞങ്ങൾ പാർട്ടി തീരുമാനിക്കും. എന്തായാലും യുക്തമായ തീരുമാനം കൈക്കൊള്ളും. ആ കുടുംബം അനാഥമാണ്. അനാഥമായൊരു കുടുംബത്തെ സംരക്ഷിക്കുക ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ബാധ്യതയാണ്. ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കും. അത് ഞങ്ങൾ തീരുമാനിച്ചു പോകും. പാർട്ടിയുടെ നേതാക്കന്മാർ അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. തീരുമാനമായാൽ നിങ്ങളെ വിളിച്ചറിയിക്കാം. ഇപ്പോഴും ചില കോൺഗ്രസ് നേതാക്കൾ അപകീർത്തി പ്രചാരണം നടത്തുന്നെന്ന് കുടുംബം KPCC അധ്യക്ഷനോട് പരാതിപ്പെട്ടു. ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് K സുധാകരൻ ഉറപ്പു നൽകിയെന്ന്
കുടുംബത്തിന്റെ പ്രതികരണം. ഇപ്പോഴും കുറച്ച് കോൺഗ്രസ്സുകാർ നമ്മളെ ഭയങ്കരമായിട്ട് ഓൺലൈനിലൊക്കെ ഞങ്ങൾ വീണ്ടും കുടുംബ പ്രശ്നമാണെന്ന് അപകീർത്തി തെറ്റുന്ന വിധത്തിൽ ഭയങ്കരമായിട്ട് ഓരോ പോസ്റ്റിടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരെ പേര് ഞങ്ങളൊരു പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ ആക്ഷൻ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, കോൺഗ്രസ് മുൻ നേതാവ് KK ഗോപിനാഥൻ എന്നിവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. അതേസമയം വയനാട്ടിലെ സഹകരണ സ്ഥാപനങ്ങളിലെ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് അന്വേഷണം നടത്തും. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക്, ബത്തേരി കാർഷിക ഗ്രാമവികസന ബാങ്ക്, ബത്തേരി സർവീസ് സഹകരണ ബാങ്ക്, പൂതാടി സർവീസ് സഹകരണ ബാങ്ക്, മടക്കിമല സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലെ നിയമനങ്ങളെക്കുറിച്ചാണ് അന്വേഷണം. 24 വയനാട്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടിലേക്കാണ്. പരോളിൽ ഇറങ്ങിയ ശേഷം ഒളിവിൽ പോയ കുപ്രസിദ്ധ ഗുണ്ട കടുവ ഷഫീഖ് കൊച്ചിയിൽ പിടിയിൽ. 2 വർഷമായി ഒളിവിലായിരുന്ന ഷഫീഖിനെ എറണാകുളം റൂറൽ പോലീസ് അതിസാഹസികമായാണ് പിടികൂടിയത്. ഷഫീഖിനെ പിടികൂടുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം അത് കാണാം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇത്രയും നാൾ ഇയാൾ കഴിഞ്ഞത് എവിടെയാണ്? എന്താണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? ഇയാളുടെ പശ്ചാത്തലം എന്താണ് വിഷ്ണു? ചവറുപാടത്തു നിന്നാണ് നിലവിൽ ഷഫീഖിനെ പോലീസ് പിടികൂടിയത്. ഇയാൾ അവിടെ ഉണ്ട് എന്ന വിവരം ലഭിച്ചനുസരിച്ച് അങ്ങോട്ടേക്ക് പോലീസ് എത്തി. കാറിനുള്ളിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. പോലീസ് വരുന്ന വിവരമനുസരിച്ച് ഇയാൾ കാറ് കൊണ്ട് പോലീസിനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നീട് അവിടെ നിന്ന് ഓടി. അതിസാഹസികമായാണ് DYSP TR രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഷഫീഖിനെ പിടികൂടിയത്. 2013 മുതൽ ആലുവ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് ഷഫീഖ്. നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണ്. 138 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ 10 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട്. ചാലക്കുടിയിൽ ലഹരി പിടികൂടിയ കേസിൽ ജയിലിലായിരുന്നു ഷഫീഖ്. അതിലൊരു 10 ദിവസം പരോൾ കിട്ടിയിരുന്നു. ആ പരോൾ കാലാവധിക്കിടെയാണ് ഷഫീഖ് മുങ്ങിയത്. 2 വർഷത്തിനിപ്പുറമാണ് ഇയാളെ പിടികൂടുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ലഹരിക്കടത്താണ് പ്രധാന തൊഴിൽ അല്ലെങ്കിൽ പ്രധാന ജോലി. ലഹരിക്കടത്താണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതിസാഹസികമായാണ് നിലവിൽ ആലുവ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ പ്രതിയെ പിടികൂടിയത്. ഇയാളെ റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം പോലീസ് കടന്നിട്ടുണ്ട്. റിജിത്ത്. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. പരോളിൽ ഇറങ്ങിയ ശേഷം ഒളിവിൽ പോയ കുപ്രസിദ്ധ ഗുണ്ടയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന കടുവ ഷഫീഖ് എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. 2 വർഷമായി ഒളിവിലായിരുന്നു ഷഫീഖിനെ. അതിസാഹസികമായാണ് പോലീസ് ഇപ്പോൾ വലയിലാക്കിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ കുടിക്കാൻ മദ്യമുണ്ട്, എന്നാൽ വെള്ളമില്ല എന്ന് ബൂത്ത് ചുമതലക്കാരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. പാർട്ടി പ്രവർത്തകരെ BJP ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ മുൻനിര നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ്. BJPക്കായി നരേന്ദ്രമോദിക്ക് പുറമെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയും വിവിധ റാലികളിൽ പങ്കെടുക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 14 പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യും. ബൂത്ത് കാര്യകർത്താക്കളുമായി സംവദിച്ച നരേന്ദ്രമോദി ആം ആദ്മി പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ചു. ഡൽഹിയിൽ കുടിക്കാൻ മദ്യമുണ്ട്, എന്നാൽ വെള്ളമില്ലെന്ന് നരേന്ദ്രമോദി. പൂർവാഞ്ചലിലെ ജനങ്ങളോട് ആം ആദ്മിക്ക് വെറുപ്പാണ്. ഡൽഹി പോലീസിനെതിരെ അരവിന്ദ് കെജ്രിവാളും രംഗത്തെത്തി. BJPയുടെ ഗുണ്ടായുസത്തിന് പ്രോത്സാഹനവും സഹായവും ഡൽഹി പോലീസ് നൽകുന്നുവെന്ന് കെജ്രിവാൾ. भारतीय जनता पार्टी के गुंडों को गुंडागर्दी करने में संरक्षण देते हैं या फैसिलिटेट करते हैं, पार्टिसिपेट भी करते हैं. पूरे खुलेआम गुंडागर्दी चल रही है. पैसे बांटे जा रहे हैं, सामान बांटे जा रहे हैं, साड़ियां बांटी जा रही हैं और पुलिस वहीं खड़ी होती है. കോൺഗ്രസിനായി മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിന് ഇറങ്ങാത്തതും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണ്. 24 ഡൽഹി. സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങളിൽ തിളങ്ങി 24ഉം ഫ്ലവേഴ്സും. മികച്ച അവതാരകനടക്കം 2 അവാർഡുകളാണ് 24ന് ലഭിച്ചത്. ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്ത സൂസു സുരഭിയും സുഹാസിനിയുമാണ് മികച്ച 2ാമത്തെ ടെലി സീരിയൽ. 24 ചീഫ് സബ് എഡിറ്റർ പ്രജിൻ C കണ്ണനാണ് മികച്ച വാർത്താ അവതാരകൻ. പ്രഭാത വാർത്താ അവതരണത്തിനാണ് പുരസ്കാരം. വാർത്തയുടെ ആഴം ഉൾക്കൊണ്ടുള്ള അവതരണമാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. 15,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം. ആന വനത്തിലേക്ക് കടന്നു. കണ്ടെത്താൻ 2 സംഘങ്ങളായി തിരച്ചിൽ. 4 മണിവരെ ശ്രമം തുടരും. വാർത്തേതര പരിപാടിയിലെ മികച്ച അവതാരകനുള്ള പുരസ്കാരം 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ V അരവിന്ദ് നേടി. വണക്കം. അരസിയൽ ഗലാട്ട.
അരസിയൽ ഗലാട്ട എന്ന പരിപാടിക്കാണ് പുരസ്കാരം. ഇത് 2ാം തവണയാണ് വി അരവിന്ദിന് ഇതേ പരിപാടിക്ക് പുരസ്കാരം ലഭിക്കുന്നത്. തമിഴക രാഷ്ട്രീയത്തിന്റെയും സിനിമയുടെയും ആഴത്തിലുള്ള പഠനവും അവലോകനവും നടത്തിയ പരിപാടിയുടെ ആകർഷകമായ അവതരണമാണ് പുരസ്കാരത്തിന് അർഹമായത്. Tomorrow onwards, I am leaving Telecom Minister's office and rejoining my parent department, Railway. ഫ്ലവേഴ്സ് TV സംപ്രേഷണം ചെയ്ത റോയ് പി ആന്റണി നിർമ്മിച്ച് രാജേഷ് തലച്ചിറ സംവിധാനം ചെയ്ത സൂസു സുരഭിയും സുഹാസിനിയുമാണ് മികച്ച 2ാമത്തെ ടെലി സീരിയൽ. കുടുംബ പശ്ചാത്തലത്തിൽ കാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തി നിർദോഷകരമായ ഫലിതങ്ങളിലൂടെ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ പകരുന്ന പരമ്പരയാണെന്ന് പുരസ്കാര സമിതി വിലയിരുത്തി. രാജേഷ് തലച്ചിറ മികച്ച സംവിധായകൻ. 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം. നിങ്ങൾ കാര്യം നടക്കട്ടെ, ഞാൻ പോയി നിങ്ങൾക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും ചെറിയ ഒരു ഷാർജ ഇട്ടാൻ വഴിയുണ്ടോ? സൂസു സുരഭിയും സുഹാസിനിയും പരമ്പരയിലെ അനുമോളാണ് മികച്ച 2ാമത്തെ നടി. അമ്മേ ഭഗവതിയിലെ അഭിനയത്തിന് സീനു രാഘവേന്ദ്ര മികച്ച 2ാമത്തെ നടനായും നന്ദകുമാർ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യം നാളെയും തുടരും. മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിനിടെ ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞതോടെ ദൗത്യം നാളത്തേക്ക് മാറ്റി. അനുകൂല സാഹചര്യമെങ്കിൽ ആനയെ നാളെ മയക്കുവെടി വെക്കും. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ആനയെ കണ്ടെത്താനുള്ള വനം വകുപ്പിന്റെ ശ്രമങ്ങൾക്കിടെ രാവിലെ 8 മണിയോടെ 24ന്റെ ക്യാമറ കണ്ണുകൾ അവശനിലയിലായ കാട്ടാനയെ കണ്ടെത്തി. വെറ്റിലപ്പാറ 14 നിന്ന് ചാലക്കുടിപ്പുഴയിലെ തുരുത്തിലേക്ക് ആന നടന്നു നീങ്ങുന്നതായിരുന്നു ദൃശ്യങ്ങൾ. പിന്നാലെ വിവരം ദൗത്യസംഘത്തിന്റെ തലവൻ ഡോക്ടർ അരുൺ സഖറിയയ്ക്ക് കൈമാറി. ആന ചാലക്കുടിപ്പുഴയിലെ തുരുത്തിലേക്ക് നീങ്ങിയതോടെ ദൗത്യസംഘം നേരിട്ടെത്തി ആനയെ പരിശോധിച്ചു. മയക്കുവെടി വയ്ക്കാനുള്ള സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ ആനയെ തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലേക്ക് മാറ്റാൻ ശ്രമം. പടക്കം പൊട്ടിച്ചു. പക്ഷേ പരിഭ്രാന്തിയിലായ ആന ഓടി ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞു. പല സംഘങ്ങളായി തിരിഞ്ഞ് തിരച്ചിൽ നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താനായില്ല. ഡ്രോൺ സഹായത്തോടെ നടത്തിയ തിരച്ചിലും പരാജയം. ഇതോടെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. രാവിലെ കുറച്ച് നേരത്തെ എത്തി ആനയൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം ബാക്കി ഇത് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ പറഞ്ഞിടയ്ക്ക് ഈ തിക്കും തിരക്കും ഒന്ന് ഒഴിവാക്കാനും ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് തന്നെ ആന ഓടിയത് വേറെ വണ്ടികളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. ആനയുടെ ആരോഗ്യസ്ഥിതി ആശങ്കപ്പെടുത്തുന്നതെന്ന് ഡോക്ടർ അരുൺ സക്കറിയ. ആ വൂണ്ട് നമ്മൾ ഒന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും നമുക്കൊരു ട്രീറ്റ്മെന്റ് വേണ്ട ഒരു വൂണ്ടാണ്. ഇറ്റ്സ് നോട്ട് പെനിട്രേറ്റിംഗ് വൂണ്ടല്ല, ഒരു പ്രൊജക്ടൈൽ പോയ ഒരു വൂണ്ടായിട്ട് തോന്നുന്നില്ല, ഹിറ്റ് വൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നു. നാളെ രാവിലെ തന്നെ ദൗത്യം പുനരാരംഭിക്കും. കാലടി പ്ലാന്റേഷൻ റോഡിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തി ആനയെ മയക്കുവെടി വെച്ച് ചികിത്സിക്കാനാണ് തീരുമാനം. രാത്രിയിലും വനംവകുപ്പിന്റെ സംഘം ആനയ്ക്കായി തിരച്ചിൽ തുടരും. 24 തൃശൂർ. നോക്കാം ഇനി സ്വർണ്ണനിരക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.